വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവരുന്നത് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. റോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന തരത്തിലുള്ള ഡയറി കുറിപ്പുകൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു എന്ന വിവരം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു, വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടു, പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ അടക്കം ഡയറിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും അത് എഴുതിയിട്ടുണ്ട് ഡയറിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. നിക്ഷേപകരെ വഞ്ചിക്കരുതെന്നും റോയി കൃത്യമായി തന്റെ ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നുവെന്നാണ് വിവരം. ജനുവരി 31 ഈ ആത്മഹത്യയ്ക്ക് മുൻപ് ജനുവരി 31 സഹോദരനെ ഫോണിൽ വിളിച്ചിരുന്നു റോയി എന്നും ഈ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് റോയി എത്തിയത് എന്നും ആ തരത്തിൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. IT റെയ്ഡിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത റോയിയുടെ ആ സംഭവം ദുരൂഹമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. കന്നഡ വാർത്താ ചാനലായ സുവർണ ന്യൂസാണ് ഈ വിവരം വിടുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും IT റെയ്ഡ്, മാനസിക സമ്മർദ്ദം, ബിസിനസ്സിലെ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് വളരെ കൃത്യമായി ഈ ഡയറി കുറിപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇത്തരം ചില സൂചനകൾ നിർണായകമാകുന്നത്. ഇന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് വാർത്താ സമ്മേളനം നടത്താനും ചില വിവരങ്ങൾ പുറത്തുവിടാനും മറ്റും തീരുമാനിച്ചിരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ആ വാർത്താ സമ്മേളനം അവർ റദ്ദാക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ ഈ വിവരം അന്വേഷണ സംഘം ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുതിയ വിവരങ്ങൾ നിർണായകം തന്നെയാണ്. TG സയ്യിദ് ചേരുകയാണ്. സയ്യിദ്, എന്താണ്, എങ്ങനെയാണ് ഈ ആത്മഹത്യ സംഭവിച്ചത്, അല്ലെങ്കിൽ അതിലേക്ക് റോയിയെ നയിച്ച സാഹചര്യം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരുന്നു. അത് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലെ സൂചനകൾ കൃത്യമാണെങ്കിൽ റോയി നേരത്തെ തീരുമാനിച്ചിരുന്നു ഈ ആത്മഹത്യ ചെയ്യണമെന്ന കാര്യം. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു, വിൽപത്രം തയ്യാറാക്കിയിരുന്നു, തൻ്റെ അനന്തരാവകാശി ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം റോയി എടുത്തിരുന്നു. ഒപ്പം എവിടെ സംസ്കരിക്കണമെന്ന കാര്യത്തിലും കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കരുതാം. 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ്, ഒരു സൂയിസൈഡ് നോട്ട് അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസ് പ്രത്യേക ടീമിനെ, കർണാടക പോലീസ് സംഘം ഒരു പ്രത്യേക ടീമിനെ തന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. ഇതിൽ താൻ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ, ഒപ്പം തന്നെ കുടുംബത്തോടും ഇൻവെസ്റ്റേഴ്സിനോടുള്ള ക്ഷമാപണം, തൻ്റെ പിൻഗാമി, ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ചില സൂചനകൾ ഈ 9 പേജുള്ള സൂയിസൈഡ് നോട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയാണ് കൊച്ചിയിൽ കുടുംബം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച കുടുംബത്തിൻ്റെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരമൊരു നീക്കം നടത്താൻ ഇരുന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ സൂയിസൈഡ് നോട്ട് കണ്ടെടുത്തതിന് പിന്നാലെ ഉള്ള നടപടിയുടെ ഭാഗമാവാം ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ സൂയിസൈഡ് നോട്ടിലെ ചില കണ്ടെത്തലുകളും പരാമർശങ്ങളും ആവാം കുടുംബത്തെ പിൻവലിച്ചിരിക്കുന്നത് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്വേഷണ സംഘം എന്തായാലും ഈ സൂയിസൈഡ് നോട്ട് കണ്ടെത്തിയിരിക്കുന്നു, നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഒക്ടോബർ മാസം കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ തുടർച്ചയായ നീക്കങ്ങളും അന്വേഷണ പരിശോധനകളും ഒക്കെ അവിടെ നിന്ന് നടന്നു വരികയാണ്. മാനസിക സമ്മർദ്ദം റോയിക്കുണ്ടായിരുന്നു, അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ 9 പേജുള്ള ഈ സൂയിസൈഡ് നോട്ടിലെ കൃത്യമായ പരാമർശം ഒരുപക്ഷേ ആ തരത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും അതൊരു സുപ്രധാന, ഈ മരണം സംബന്ധിച്ച് എന്തുകൊണ്ട് റോയി വെടിവെച്ച് മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ സൂയിസൈഡ് നോട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തൻ്റെ അനന്തരാവകാശി ആരാവണം എന്ന കാര്യത്തിലടക്കം കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സൂയിസൈഡ് നോട്ട്. അതായത് ഈ വിദേശ ബിസിനസ്സുകൾ നിരവധിയായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്, നമുക്കറിയാം റോയി. ആ വിദേശ ബിസിനസ്സുകളിൽ ചില തിരിച്ചടികൾ നേരിട്ടു എന്നും സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പ്രകോപനത്തിൻ്റെ പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. കാരണം അത്രത്തോളം വിൽപവറുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു CJ റോയി എന്ന് അദ്ദേഹവുമായി സംസാരിച്ചവർക്കും അടുത്തിടപഴകി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ വളരെ തോതിൽ ആളുകളെ സ്വാധീനിച്ചിരുന്ന ഒന്നുമാണ്. അപ്പോൾ ഇത്തരം തിരിച്ചടികൾ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയം, ഒപ്പം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം, ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ റോയിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതണം. ആ തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ റോയിയുടെ നീക്കം. അതാരും പ്രതീക്ഷിച്ചതല്ല.
ഈ പരിശോധനകൾക്കിടയിൽ റൂമിലേക്ക് കടന്നുപോയുള്ള ആത്മഹത്യ. രഞ്ജിത്ത്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിട്ടുണ്ട്. ഈ റോയുടെ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് അന്വേഷണം നടത്തണം. കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആക്ഷേപം ഉയർന്നുണ്ട്. ഈ വിഷയത്തിൽ പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് റോയുടെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ആത്മഹത്യക്ക് കാരണം അതായതാണ്. അവർ പലതരത്തിലും ഉദ്യോഗസ്ഥർ പലതരത്തിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന ആക്ഷേപം വരുന്നുണ്ട്. ഇവിടെ സംഭവിച്ച കാര്യം എന്ത് എന്ന് വ്യക്തമാക്കണമെന്ന് സംബന്ധിച്ചുള്ള വിശദമായൊരു കത്താണ് ഇപ്പോൾ പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള വകുപ്പാണ് ആദായ നികുതി വകുപ്പ്. അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ സ്വാഭാവികമായും അവർക്കെതിരെ ആക്ഷേപം വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി നൽകുന്ന ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം നടക്കുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ കർണാടക നിയോഗിച്ചിരിക്കുന്ന ഒരു SITക്ക് പുറമെ നേരിട്ട് കേന്ദ്ര ധനമന്ത്രാലയം ഇടപെട്ടുകൊണ്ടൊരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കുടുംബത്തിൻ്റെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ സൂയിസൈഡ് നോട്ടിലെ കണ്ടെത്തലുകളും അത് സംബന്ധിച്ചുള്ള നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാവാനുള്ളത്, എന്തുകൊണ്ട് ഡോക്ടർ CJ റോയ് മരിച്ചു എന്ന ചോദ്യമാണ്. ഇത്ര വലിയ ഒരു ബിസിനസ് ടൈക്കൂണായ വ്യക്തിക്ക് സ്വയം മരണം വരിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? ഇതുവരെ പുറത്തു വന്ന കാരണങ്ങൾക്കപ്പുറമുള്ള മറ്റു ചില കാര്യങ്ങളേക്കുണ്ടോ? പുറത്തു വന്നതിനപ്പുറമുള്ള ചില നിഗൂഢതകളുണ്ടോ? എന്താണ് CJ റോയുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉള്ളടക്കം? അത് സംബന്ധിച്ചുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്? ഇതുവരെ പുറത്തു വന്നതിനും അപ്പുറത്തേക്കുള്ള പണ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്ക് എന്തെങ്കിലും കണ്ടെത്തലിലേക്ക് കടക്കാൻ കഴിഞ്ഞോ? അത്തരം സമ്മർദ്ദമാണോ ഉണ്ടായത്? അതല്ല, ഈ ആക്ഷേപിക്കപ്പെടുന്ന പോലെ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദം എന്ന ഒറ്റ കാരണം മാത്രമാണോ? പക്ഷേ ഇത്ര വലിയൊരു ഇൻവെസ്റ്റർ, ഇത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തി എന്തിന് സ്വയം മരണം വരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് അതിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ കുടുംബത്തിൻ്റെ മൊഴിയെടുപ്പൊക്കെ ഈ വിഷയത്തിൽ നിർണായകമാവുമെന്ന് കരുതാം. ഒരു പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നത്, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ഈ സ്പെഷ്യൽ ടീം വിളിച്ചു വരുത്തുകയാണ്. ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമാണ് നീക്കമുണ്ടാവുന്നത്. എന്താണ് അന്ന് ആ കെട്ടിടത്തിൽ മരണത്തിന് തൊട്ട് മുമ്പ് നടന്നത്? എന്ത് പരിശോധനയാണ് നടന്നത്? എന്ത് നീക്കമാണുള്ളത് ഉണ്ടായത്? എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ടീം പരിശോധിക്കുക. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ഇപ്പോൾ പുറത്തു വരുന്നത്, നമുക്കറിയാം, ഏറെ ആഡംബര ജീവിതം ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു റോയി. അദ്ദേഹം അത്തരത്തിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടാകണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അയച്ച ഒരു കത്താണ് സെൻട്രൽ കേന്ദ്രത്തിന്. അതിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം വേണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് റോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഡയറിക്കുറിപ്പ് അതൊരു ആത്മഹത്യാക്കുറിപ്പായി തന്നെ കാണണമെന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, താൻ ബിസിനസ്സിൽ നേരിട്ടിരുന്ന സമ്മർദ്ദം, വിദേശ ബിസിനസ്സുകളുണ്ടായ നഷ്ടങ്ങൾ, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ബിസിനസ്സിലെ മറ്റു ചില പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുടുംബാംഗങ്ങൾക്ക് ചില സൂചനകൾ റോയി ഈ കത്ത് വഴി, ഈ ഡയറിക്കുറിപ്പ് വഴി നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വിശദാംശങ്ങൾ. നമുക്ക്